ലോകത്തെ പുരാതന മഹാത്ഭുതങ്ങളിൽ പെട്ടിട്ടുള്ള പിരമിഡ് കാണാനാണ് ഈ യാത്ര. കൈറോയെ പോലെ ഈജിപ്തിൻ്റെ മറ്റൊരു പ്രവിശ്യയായിട്ടുള്ള ഗിസയിലാണ് ഏറ്റവും ഉയരം കൂടിയ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈജിപ്തിൽ തന്നെ 118ഓളം പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈജിപ്തിൻ്റെ അടുത്തുള്ള സമീപത്തുള്ള സുഡാനിലാണ് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ, ഈജിപ്തിനേക്കാൾ കൂടുതൽ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത്. 200-ലധികം പിരമിഡുകൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നുന്ന ഭീമാകാരമായ പാറകൾ കൊണ്ടൊക്കെ കല്ലുകൾ കൊണ്ടൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള പിരമിഡുകൾ, വലിയ പിരമിഡുകളുള്ളത് ഈജിപ്തിലെ ഗിസയിലാണ്. അതുകൊണ്ട് തന്നെ സന്ദർശകർ ഈ പിരമിഡുകൾ കാണാനെത്തുന്നത് ഈ ഗിസയിലാണ്. ഇപ്പോൾ ഗിസയിലെത്തി ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിരമിഡ് കാണുന്നുണ്ടായിരുന്നു. അതായത് അതിൻ്റെ തൊട്ട് അടുത്തനായിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണമാണ് ഇതൊക്കെ. റൊട്ടി പ്രധാന ഭക്ഷണമാണ് ഇവരുത്. പിന്നെ ഈ ഫൂല്, വലിയ മൺപയറിൻ്റെ വലിയൊരു പയർ, അതിൻ്റെ ഒരു കറിയൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഭക്ഷണങ്ങൾ. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുക. ഇനി ഈ പിരമിഡുകൾ ഇതുപോലൊരു വലിയ കോമ്പൗണ്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിനകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള പല ആളുകളും ഇങ്ങനെ കുതിരവണ്ടികളൊക്കെ ആയിട്ട് ലോക്കൽ ഗൈഡ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗൈഡിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കയറിയതൊക്കെ. അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ടിക്കറ്റൊക്കെ എടുത്തു തന്നു. അങ്ങനെ 2 കുതിരവണ്ടികളിലായിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ കുതിരവണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല കുലുക്കുണ്ടാകും. പിന്നെ മാത്രമല്ല ഈ മരുഭൂമിയിലൊക്കെ പറന്നിങ്ങനെ കുറേ കല്ലുകളൊക്കെ കിടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, കയറ്റി ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കുലുക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് കാലാവസ്ഥ പറയുമ്പം തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയിരുന്നുകൊണ്ട്. പക്ഷേ ഇത് പിരമിഡ് കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പം അത് പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ്. അവിടെ ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും നല്ല വെയിലും ആ ഒരു കത്തുന്നതും ഉണ്ടാവും. പക്ഷേ കാലാവസ്ഥ കുറച്ച് തണുപ്പുള്ളതുകൊണ്ടായിരിക്കണം നമുക്ക് ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ ചൂടോ കാര്യങ്ങളോ ഫീൽ ചെയ്തില്ല. അന്തരീക്ഷം നല്ല തെളിച്ചായിട്ട് നല്ല ഒരു വെയിൽ കത്തി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. You're welcome. You work by team. Okay? When you're student. ഞങ്ങളുടെ ഗൈഡ് ഒരു ഈജിപ്ഷ്യൻ തന്നെ ആയിരുന്നു. ഭയങ്കര രസികനായിരുന്നു. രസികൻ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് യൂറോപ്യൻസിനോടും അതുപോലെ ടൂറിസ്റ്റുകളോടൊക്കെ പുതിയ സംസാരിച്ച് ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അറിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇഫ് യു മേക്ക് മീ ഹാപ്പി ഐ വിൽ മേക്ക് യു ഹാപ്പി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മളിടുന്ന് കമ്മീഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും പരമാവധി നമ്മളിടുന്ന് ടിപ്സും കമ്മീഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലും അതുപോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ രസമായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പം അദ്ദേഹം അവിടുന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും തന്നെ പിരമിഡ് എത്തിയ ഉടനെ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തു തന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയും, ഓക്കെ യു കം, ഐ വിൽ ടേക്ക് യുവർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കും. അപ്പോൾ നമ്മൾക്ക് പല രൂപത്തിൽ നമ്മൾ നിർത്തിയിട്ടൊക്കെ പിരമിഡ്സ് പല രൂപത്തിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഫോട്ടോയിൽ ആവാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഉള്ള ഒരു ഇതിൽ നിർത്തി തരുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചു അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല നല്ല ഫോട്ടോസ്, കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ അത്യാവശ്യം അറിയുന്ന കണ്ടിട്ട് ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ എടുത്തിട്ടും ഒരുപാട് പരിചയമുള്ള ആളായിരിക്കും. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇത് ഫോട്ടോയിലേക്ക് അവരെടുക്കുന്ന സമയത്ത് അവരിങ്ങനെ നോക്കിയിട്ട് സൂപ്പർ ബ്ലാസ്റ്റർ, ഈജിപ്ഷ്യൻ ബ്ലാസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല ഫോട്ടോസ് കിട്ടുന്ന കരുതിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പം ചിലതിൽ തലയും കാലം ഒന്നും ഇല്ലാത്ത ഫോട്ടോസ്, എന്തായാലും ഒന്നുപോലും നല്ലത് കിട്ടിയില്ല. 3800 വർഷമായിട്ടും ടോളസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചറായിട്ട് ഇപ്പോഴും നിലനിൽക്കാൻ പറ്റുന്നുണ്ട് പിരമിഡിന് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ അത്ഭുതം. മോഡേൺ ടെക്നോളജിക്ക് പോലും ഉത്തരം കിട്ടാത്ത പല അത്ഭുതങ്ങളും നിഗൂഢതകളും ഈ പിരമിഡിന് പിന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഈ പിരമിഡിന് 147 മീറ്ററോളം നീളം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പം അതിൻ്റെ വർഷങ്ങൾ കഴിയുമ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള പൊട്ടലുകളൊക്കെ ഉണ്ടായിട്ട് ചെറിയ രീതിയിൽ അതിൻ്റെ നീളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു വലിയ നീളത്തിൽ തന്നെ അത് അത്ര മീറ്ററോളം അത് ഉയർന്നു നിൽക്കുന്നു. 20 ലക്ഷം ലൈം സ്റ്റോൺസും അതുപോലെ ഗ്രാനൈറ്റ് ബ്ലോക്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിൽ തന്നെ ഒരാളുടെ അത്രയും
പൊക്കം വരുന്ന 2500 കിലോഗ്രാം ഒക്കെ ഏകദേശം പൊക്കം വരുന്ന കല്ലുകൾ കൊണ്ടാണ് അത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ കട്ടകൾക്ക് 8000 കിലോഗ്രാം വരെയൊക്കെ ഭാരം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്രയും വലിയ ഉയരത്തിലേക്ക് 3800 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഇത്രയും വലിയ ഉയരത്തിലേക്ക് ഇതെങ്ങനെ പൊക്കി എന്നുള്ളതിനുള്ള ഉത്തരം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ആളുകളുടെ മുന്നിൽ ഇത് നിലനിൽക്കുന്നു. അഡ്വാൻസ് ടെക്നോളജിയിലൊക്കെ നമുക്ക് അത്രയും ഉയരത്തിൽ ഇത്രയും ഭാരമുള്ള സാധനങ്ങൾ പൊക്കിയെടുക്കാൻ പറ്റിയ ക്രെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അക്കാലത്ത് ഒരു ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് സാധ്യമല്ല എന്ന് തോന്നുന്നതാണ് ഇവിടെ സാധ്യമായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഉത്തരം ഇപ്പോഴും അത് എങ്ങനെ അത്രത്തോളം ഉയരത്തിലേക്ക് പൊക്കി എന്നതിനെ കുറിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പിരമിഡ് നിർമ്മിച്ചത് ഈജിപ്തിലെ അക്കാലത്ത് അടിമകളെ കൊണ്ടാണ് എന്ന് ആണ് അടുത്തുവരെയൊക്കെ പറയപ്പെട്ടിരുന്നത്. എന്നാൽ നല്ല കഴിവുകളുള്ള പ്രഗത്ഭരായ ജോലിക്കാരെ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് പിരമിഡുകളെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ആധുനിക പഠനം പറയുന്നത്. ഏറ്റവും സമ്പന്നനായ വ്യക്തി ഇലോൺ മസ്ക്, അദ്ദേഹത്തിൻ്റെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതിൽ പിരമിഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏലിയൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നൊരു വിഷയമാണ് ആരാണ് ഏലിയൻസ് എന്നുള്ളത്. പക്ഷേ പൊതുവിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ മോഡേൺ ടെക്നോളജിയിലൊക്കെ ഏലിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഒരുപക്ഷെ മനുഷ്യർക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അദൃശ്യ ജീവികളായിട്ടുള്ള ജിന്നുകളെ കുറിച്ചാണ് എന്നാണ്. ജിന്നുകളാണ് പിരമിഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളുണ്ട്. ഇതിൻ്റെ യഥാർത്ഥം കറക്റ്റ് നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ അതൊരു സാധ്യതയാണ്. ഇതുപോലെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഇത്തരത്തിലൊരു സീരീസ് തന്നെ ഉണ്ടായിരുന്നു, ആൻഷ്യൻ ഏലിയൻസ് എന്ന് പറയുന്ന ഒരു സീരീസ്. അതിൽ അതിൻ്റെ പിരമിഡുകളുടെ നിർമ്മിതിയെക്കുറിച്ചും അതുപോലെ അതിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് അത് ഏലിയൻസ് ആണ് ഉണ്ടാക്കിയത് എന്നൊരു സാധ്യത അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്നറിയപ്പെടുന്നത് കുഫു രാജാവിൻ്റെതാണ്, ഫറോവ കുഫു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫറോവ നെഫ്രു ആയിരുന്നു. അദ്ദേഹത്തെ ഇതുപോലെ ഒരു സ്റ്റെപ്പ് പിരമിഡ് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയതും നിർമ്മിച്ചതും. അങ്ങനെ ഈ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ സമീപത്തിനായിട്ട് ചെറിയൊരു നീളം കുറഞ്ഞ രൂപത്തിൽ, അതായത് രണ്ടാമതൊരു പിരമിഡ് അദ്ദേഹത്തിന്റെ മകൻ, ഈ കുഫുവിന്റെ മകൻ കാഫ്രെ ആയിരുന്നു രണ്ടാമതായിട്ട് പിരമിഡ് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടാമത് കാഫ്രെ രാജാവിൻ്റെ പിരമിഡാണ്. അത് ചെറിയ രൂപത്തിൽ ഗ്രേറ്റ് പിരമിഡിനേക്കാൾ നീളം കുറവാണ്. എന്നാൽ പോലും ഇത് ഉയരം കൂടിയ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ പിരമിഡായിട്ട് തോന്നുന്ന ഈ രണ്ടാമത്തെ പിരമിഡാണ്, കാഫ്രെ രാജാവിൻ്റെ പിരമിഡാണ്. ദൂരെ നിന്ന് ഒരുപാട് നോക്കുന്ന സമയത്തും ഉയർന്ന് കാണുക ഈ പിരമിഡാണ്. ഈ പിരമിഡിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ രൂപത്തിലൊരു വെള്ള കളർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ താഴ്ഭാഗത്തേക്ക് അത് ഇല്ലേനും. അപ്പോൾ ആദ്യകാലത്ത് ഈ പിരമിഡ് ഒരു ലൈം സ്റ്റോൺ ഇങ്ങനെ പൊതിഞ്ഞ് വെള്ള കളറിലുള്ള ഒരു കല്ലുകൾ വെച്ചിട്ട് ലൈം സ്റ്റോൺസ് കൊണ്ട് പൊതിഞ്ഞ രൂപത്തിലായിരുന്നു പിരമിഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അക്കാലത്ത് നല്ല വെളിച്ചം വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ലൈം സ്റ്റോൺസിന്റെ തിളക്കവും ഈ ഒരു സ്ട്രക്ചറും വലിയ ഉയർന്നു നിൽക്കുന്ന ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു സ്ട്രക്ചറും കൂടെ ആയിട്ട് ഭയങ്കര കണ്ണിനൊരു അത്ഭുതം തരുന്ന രൂപത്തിലുള്ള ഒരു തിളക്കം തരുന്ന ഒരു സ്ട്രക്ചറായിട്ടായിരുന്നു അക്കാലത്ത് പിരമിഡ് നിലനിന്നിരുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പം അതിന്ന് പൊട്ടിയിട്ട് ലൈം സ്റ്റോൺസ് എല്ലാം പോയതാണ്. അപ്പോൾ ഈ കാഫ്രെ രാജാവിൻ്റെ പിരമിഡിന് മുകളിലായിട്ട് ആ ലൈം സ്റ്റോൺസിൻ്റെ കുറച്ച് ഭാഗം കാണാനായിട്ട് പറ്റും. പിന്നീട് ഈ കാഫ്രേൻ്റെയും മകൻ മെൻക്വാരി എന്ന് പറയുന്ന രാജാവാണ് മൂന്നാമതായിട്ട് പിരമിഡ് ഈ ഗിസയിൽ ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും ചെറുത്. ഇവിടെ ഇതിൻ്റെ അകത്തേക്കായിട്ട് നമുക്ക് പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പിരമിഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കുമ്പം ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ദൈവങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലൊക്കെ ഒരു മീഡിയേറ്റർ ആയിട്ടായിരുന്നു അക്കാലത്ത് ആളുകൾ രാജാക്കന്മാരെ കരുതിയിരുന്നത്. അത് ഒരു മരണാന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. ആ മരണാനന്തര ജീവിതത്തിൽ ഇവരൊക്കെ ദൈവമായി മാറും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് അവരുടെ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നത്. അപ്പോൾ പിരമിഡുകൾക്കുള്ളിൽ തന്നെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇവർ ദൈവമായി മാറിയതിനു ശേഷം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യധികം വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കല്ലറകൾക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ അത് ഈ 10-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ പിരമിഡുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളും അതുപോലെ മമ്മികളൊക്കെ ഇവിടുന്ന് അപ്രത്യക്ഷമായത്. അപ്പോൾ
അതാണ് ഇതിനുള്ളിൽ നമ്മൾ ആദ്യം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗം ഉണ്ടാവും, അതിന്നും പിന്നെ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് ചെല്ലണം. അങ്ങനെയായിരുന്നു ഈ പിരമിഡിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 2 ചാമ്പറായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കിങ്സ് ചാമ്പർ, ക്യൂൺസ് ചാമ്പർ ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട്. അതുപോലെ ഈ ഗ്രേറ്റ് പിരമിഡിനുള്ളിൽ ഗ്രാൻഡ് ഗാലറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 ചാമ്പറാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിലിപ്പം നമുക്ക് 2 ആയിട്ട് കാണാൻ പറ്റുമ്പോൾ കിങ്സ് ചാമ്പറും ക്യൂൺസ് ചാമ്പറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇപ്പം നമുക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ട് പറ്റൂല. അതുപോലെ കുറേ കല്ലുകളും പാറകളും വലിയ പാറകളും കല്ലുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെയുള്ള ചെറിയ രൂപത്തിലൊക്കെയുള്ള കുറേ വലിയതൊന്നും നമുക്കിപ്പം കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ പിന്നീട് മ്യൂസിയത്തിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പിരമിഡ് കണ്ട് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് കയറുമ്പോഴും നമുക്ക് കാണാൻ പറ്റും അടുത്തന്നായിട്ട് സ്ഫിങ്സ്. ഗ്രേറ്റ് പിരമിഡിൻ്റെ സമീപത്തായിട്ട് സ്ഫിങ്സ് കാണാൻ പറ്റും. സ്ഫിങ്സ് എന്ന് പറയുമ്പം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അബുൽ ഹൗൽ എന്നാണ് അറബിയിൽ അതിന് പറയാറുള്ളത്. സ്ഫിങ്സ് ഇത് മനുഷ്യൻ്റെ തലയും അതുപോലെ സിംഹത്തിൻ്റെ ഒടലുമായിട്ടാണ് ഉള്ളത്. ഇത് പല പുരാണങ്ങളിലും പല രൂപത്തിൽ ഇതിനെ പറയുന്നുണ്ട്. ഈജിപ്തിൽ ഒരു പ്രാചീന കാലങ്ങളിലൊക്കെ ഒരു ശക്തിയുടെ ഒരു പ്രതീകമായിട്ടായിരുന്നു സിംഹത്തിനെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ ഒടലായിരുന്നു ഇതിനുണ്ടായിരുന്നത്. തല മനുഷ്യരുടെ തലയും, അതിൽ തന്നെ ഫറവോ ചക്രവർത്തിമാരുടെയൊക്കെ ശിരോവസ്ത്രത്തിൻ്റെ ഒരു കീഴ്മടക്കുകൾ അതിൻ്റെ ഈ മുഖത്തിൻ്റെ സൈഡിലായിട്ട്, മനുഷ്യ മുഖത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അബുൽ ഹൗൽ നിർമ്മിച്ച കാലം അത് എന്നാണ് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അതിനെക്കുറിച്ചുള്ള പല വിവരങ്ങളും അതുപോലെ അനുമാനങ്ങളും മാത്രമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈജിപ്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പുരാതന അവശിഷ്ടമാണ് ഇത് എന്നതിൽ ചരിത്രകാരന്മാർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്കായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഈ പിരമിഡിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സ്ഫിങ്സിനെ. അതിനടുത്തേക്കായിട്ട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ലോണം അടുത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തതായിട്ട് പിരമിഡുകളൊക്കെ കണ്ട് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ.